ഈ വീഡിയോ പൂർണ്ണമായിട്ടും സിറിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സിറിയയ്ക്കുള്ളിൽ ഈ അബു മുഹമ്മദ് അൽ ജൊലാനി അഹമ്മദ് അൽ ഷാറ എന്ന് വിളിക്കപ്പെടുന്ന ഈ നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി നടപ്പിലാക്കുന്ന ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പുകൾ ഇങ്ങനെ നടക്കുമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള, ഉന്മൂലനം ചെയ്യാനുള്ള രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ തുടർച്ചയായിട്ട് അതിക്രമങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ അവിടുത്തെ പെൺകുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടുപോയി അവരെ സ്വമേധയാ അവർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന കണക്ക് പലതരത്തിലുള്ള മൊഴികൾ വെളിയിലേക്ക് പബ്ലിഷ് ചെയ്യാണ്. അതായത് അവർ സ്വമേധയാ പോയതാണ്, അവരെ ആരും കടത്തിക്കൊണ്ട് പോയതല്ല എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ പ്രധാനമായിട്ടും ഈ ആലവൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സമൂഹത്തിനെയാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള ഉപദ്രവത്തിന് ഇരയാക്കുന്നത്. ആലവൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രത്തിൽ പെട്ട ആളാണ് ഇതിനു മുമ്പ് സിറിയ ഭരിച്ചിരുന്ന അസാദിൻ്റെ ഫാമിലി. ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്ന ആൾക്കാരാണ് ഈ അലവൈറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു കമ്മ്യൂണിറ്റി ആയാലും ശരി തന്നെ പൊളിറ്റിക്കലി കുറച്ച് ബന്ധമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ സഹകരണം കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി ഒരുപാട് സാധാരണക്കാരുണ്ടാവും. ഈ സാധാരണക്കാരെയാണ് ഇപ്പോൾ ഇവർ ഉപദ്രവിക്കുന്നത്. ഈ അലവൈറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ പലതവണ ഈ സിറിയ ഭരണാധികാരിയായിട്ടുള്ള ഈ അബു മുഹമ്മദ് ജൊലാനി അൽ ഷാറ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ തീവ്രവാദ ടീമുകൾ പോയിട്ട് ഇവരെ ഉപദ്രവിക്കുന്ന രംഗങ്ങളും ഇവരെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഒരു 4 എക്സാമ്പിൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ആംനസ്റ്റി ഇന്റർനാഷണലാണ് ഈ 4 കേസുകൾ പുറത്തെടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിടാനുള്ള കാരണം അവരാണ് ഈ കേസുമായിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് പൊതുസമൂഹത്തിലേക്ക് തുറന്നു കാണിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മീറ ജലാൽ ധാബത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഹോംസ് എന്ന് പറഞ്ഞ സിറിയയിൽ ഒരു സിറ്റിയിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പം അർജന്റായിട്ട് ഒരു പരീക്ഷയുണ്ട്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരീക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് എമർജൻസി ആയിട്ട് വിളിച്ചു വരുത്തുകയാണ്. പിതാവ് തന്നെയാണ് സ്കൂളിൽ എത്തിക്കുന്നത് കുട്ടിയെ. മീര എന്ന് പറഞ്ഞ ഈ പെങ്കൊച്ച് ആ കെട്ടിടത്തിനുള്ളിൽ കയറി പോയതേ ഉള്ളൂ, പിന്നീട് അത് മടങ്ങി വന്നിട്ടില്ല. ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് തരുന്നത്, ഇതിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പിതാവ് വീട്ടിലേക്ക് മടങ്ങി വരികയും പിതാവിന് ഒരു പലചരക്ക് കടയുണ്ട്, ചെറിയൊരു കട, ആ പ്രദേശത്ത് കട നടത്തുന്നുണ്ട്. അപ്പോൾ ആ കടയിലേക്ക് ബോംബേർ നടത്തിയിട്ടുണ്ട് ഈ ജലാനിയുടെ ആൾക്കാർ. ഇത് കേസ് നമ്പർ 1. കേസ് നമ്പർ 2 ലാന അഹമ്മദ്. ഈ ലാനയ്ക്ക് വയസ്സ് ജസ്റ്റ് 15. ലട്ടാക്കിയ എന്ന് പറഞ്ഞ ആ ഭാഗത്തു നിന്നാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഈ ലട്ടാക്കിയ ഭാഗം നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇവിടെ ലട്ടാക്കിയയുടെ ഭാഗത്ത് റഷ്യയുടെ ബേസ് ഉണ്ട്, റഷ്യൻ ബേസ്. 2 സ്ഥലങ്ങളിൽ ലട്ടാക്കിയയിൽ റഷ്യയുടെ ബേസ് ഉണ്ട്. എന്നിട്ട് ഈ കൊച്ചിൻ്റെ മുഖത്ത് വല്ലാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങളുടെ പാടുകളൊക്കെ ഉള്ളതുപോലെ ഒരു ഫോട്ടോ, ഉള്ളതുപോലെയല്ല പാടുകളൊക്കെ ഉണ്ട്, അടിച്ചുപദ്രവിച്ച ഒരു ഫോട്ടോ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കൊച്ചിനെ തിരികെ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ കൊച്ചിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ നിർബന്ധിച്ച് ആരും തട്ടിക്കൊണ്ടു പോയതല്ല, ഞങ്ങൾ സ്വമേധയാ വന്നതാണ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഈ കുട്ടികൾ തന്നെ പറയുന്ന കണക്കുള്ള വീഡിയോ ടേപ്പ് എടുത്ത് ഇവർ പുറത്ത് വിടുകയാണ്. ഈ കുട്ടി ഇലാന ശരിക്കും ഈ പഠനം പൂർത്തിയാക്കിയിട്ട് ജർമ്മനിയിൽ പോയിട്ട് അവിടെ ഉപരിപഠനം ജർമ്മനിയിൽ പോയി ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്നുള്ള താല്പര്യത്തോടു കൂടി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ആ കുട്ടി ഒരിക്കലും ഇങ്ങനെ സ്വമേധയാ ഇങ്ങനെ ഒളിച്ചോടിയോ അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധമായിട്ട് ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ടൈപ്പല്ല എന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. ഇനി അടുത്ത കേസ് നമ്പർ 3 മെയ് സലീം സലൂം. മെയ് എന്നാണ് ഈ ലേഡിയുടെ പേര്. ഹോംസിൽ ഒരു ക്ലിനിക് ഉണ്ട്, ഡെന്റൽ ക്ലിനിക്ക്. ആ ഡെന്റൽ ക്ലിനിക്കിൽ പോയതാണ്, പിന്നീട് മടങ്ങി വന്നിട്ടില്ല. എന്നിട്ട് ഈ ലേഡിയെ കൊണ്ടും അവർ വീഡിയോ എടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അലപ്പോയിലാണുള്ളത്, അലെപ്പോ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്, അവിടെ അലെപ്പോയിലാണുള്ളത് സിറിയയിൽ. എന്നെ ആരും നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല, ഞാൻ സ്വമേധയാ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. കേസ് നമ്പർ 4 നഗം ഈസ എന്ന് പറഞ്ഞൊരു ലേഡി. ഇവരെയും ഹോംസിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. ഈ ഹോംസ് എന്ന് പറഞ്ഞത് സിറിയയിലെ ഒരു നഗരമാണ്, ചെറിയൊരു സിറ്റി. അവിടെ നിന്നാണ് ഇവരെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രിൻസിപ്പൽ ഉണ്ട്. കാരണം ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം ആൺകുട്ടികൾ പ്രസവിക്കാറില്ല, പെൺകുട്ടികളാണ് പ്രസവിക്കുന്നത്, മറ്റൊരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതായത് ശരിക്കും അപ്പോൾ അവരെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്ത് അവരെ മതം മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെയും ആ രീതിയിൽ ആ സമൂഹത്തിൽ തന്നെ അങ്ങ് വളരും. പിന്നീട് കുഞ്ഞ് ജനിച്ചതിന് ശേഷം പിന്നെ ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് കിട്ടാറില്ല. അവർ കുട്ടികളുമായിട്ട് കമ്മിറ്റഡ് ആവും. 1 കുട്ടി, 2 കുട്ടി, 3 കുട്ടി. പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളിലുള്ള ആ ഒരു കൾച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നമ്പർ ഓഫ് കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അവരുടെ ജീവിതം ഇതേ അവസ്ഥയിൽ അങ്ങ് തുടരും. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അലവൈറ്റുകളെ ഉന്മൂലനം ചെയ്യുക,
ഇത് ശരിക്കും പറഞ്ഞാൽ ജനസൈഡിന്റെ മറ്റൊരു രീതിയാണിത്. ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് സിറിയയ്ക്കുള്ളിൽ നടക്കുന്നത്. അലവൈറ്റുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് സിറിയയ്ക്കുള്ളിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് നമ്പർ 1 വിഷയം. അപ്പോൾ ഈ വിഷയത്തിനെ ചൊല്ലി ആംനസ്റ്റി ഇന്റർനാഷണൽ അവർക്കാണ് ഈ അറബ് മേഖലയിലായാലും ശരി തന്നെ, അതേപോലെ അറബികൾ താമസിക്കുന്ന എല്ലാ മേഖലയിലും അവർക്ക് പോയിട്ട് സഹായം ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉള്ളത് ഈ ആംനസ്റ്റിക്കാർക്കാണ്. അപ്പോൾ ഇങ്ങനെ ആംനസ്റ്റിക്കാരാണ് ഇത് അന്വേഷിച്ചിട്ട് ആംനസ്റ്റിക്കാരോട് ഈ കുട്ടികൾ ഈ വിഷയം ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു വിഷയം പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും അൽ-ഷഹറയ്ക്ക് എന്തെങ്കിലും ക്ഷീണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന സർക്കാരുകളുടെ നിലപാടുകളാണ്. ശരിക്കും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്. അബു മുഹമ്മദ് അൽ ജൊലാനി അഥവാ അഹമ്മദ് അൽ ഷാറയുടെ അമേരിക്കൻ പര്യടനം കഴിഞ്ഞ പാടെ UN പോയിട്ട് സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UN മൊത്തത്തിൽ എമർജൻസി ആയിട്ട് വിളിച്ചു കൂട്ടി അവർ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ അതിന് റഷ്യ വീറ്റോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ബുദ്ധിപൂർവ്വം ഡിപ്ലോമാറ്റിക്കലി അമേരിക്ക എടുത്ത് സംസാരിച്ച് റഷ്യ എടുത്തൊരു മീറ്റിംഗ് വേണം എന്ന് പറഞ്ഞ് അമേരിക്കയുടെ പക്കൽ നിന്നും സൈലന്റ് ആയിട്ട് അനുവാദം വാങ്ങിച്ചിട്ട് റഷ്യ എടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ റഷ്യ സിറിയയുടെ മേലുള്ള സാങ്ഷൻസ് എലിവേറ്റ് ചെയ്യുന്നതിന് ഒരു രീതിയിലുള്ള വീറ്റോയും UN കൊണ്ടുവന്നിട്ടില്ല. അതിന് പകരം അവർ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സിറിയയ്ക്ക് എല്ലാ തരത്തിലുള്ള സാങ്ഷൻസും ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരിക, അത് കഴിഞ്ഞിട്ട് വാഷിംഗ്ടൺ DC മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത അഹമ്മദ് അൽ ഷാറയ്ക്ക് ഒരു ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് ആണ് അവിടെ നിന്ന് കിട്ടിയത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഡോമിനേഷൻ വളരെ വ്യക്തമായിട്ട് അഹമ്മദ് അൽ ഷാറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റി. അഹമ്മദ് അൽ ഷാറയ്ക്ക് ഇപ്പം സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ കയറി തുരുതര അറ്റാക്കുകൾ നടത്തുന്നത് തടയണം. അത് തുടക്കകാലങ്ങളിൽ തടയാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഇസ്രായേലിന്റെ സപ്പോർട്ട് വളരെ അനിവാര്യമായിരുന്നു. കാരണം അന്ന് ഹെസ്ബുള്ളയുടെ ഡോമിനേഷൻ അവിടെ വല്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം ഇസ്രായേലിന്റെ അറ്റാക്ക് വളരെയധികം സിറിയയിൽ, പ്രത്യേകിച്ച് ഈ വീക്കർ പൊസിഷനിലുള്ള ചെറിയ ആർമി വെച്ച് തട്ടിക്കൂട്ടി മുന്നോട്ട് പോകുന്ന ഈ അഹമ്മദ് അൽ ഷാറയ്ക്ക് ശരിക്കും അത് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇസ്രായേൽ മാത്രമില്ല എന്നുണ്ടെങ്കിൽ അഹമ്മദ് അൽ ഷാറ ഇന്ന് ആ പൊസിഷനിൽ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഹിസ്ബുള്ള കയറി തട്ടിയേനെ, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അയാൾ ജീവിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇസ്രായേലാണ്. ഇസ്രായേൽ ഇല്ലെങ്കിൽ ഈ തീവ്രവാദി ജീവിച്ചിരിപ്പില്ല എന്ന്. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇസ്രായേലിനെ എതിർത്ത് ഒരു രീതിയിലുള്ള കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അഹമ്മദ് അൽ ഷാറ ഇരുന്ന് വീർപ്പുമുട്ടുന്നത്. ഒരു ലീഡറാണെന്ന് പറഞ്ഞിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും പുള്ളിക്കില്ല. ആ രാജ്യത്തിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ട് അവിടെ ഇരിക്കുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ റഷ്യൻ ബേസ് സിറിയയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം എടുക്കാൻ അഹമ്മദ് അൽ ഷാറയെ പ്രേരിപ്പിച്ചത് ഒരേ ഒരു ഘടകം മാത്രമാണ്. ഇസ്രായേലിന്റെ തുടർച്ചയായിട്ടുള്ള സിറിയയ്ക്കുള്ളിലുള്ള ആക്രമണം തടയണം എന്ന് പറഞ്ഞിട്ടാണ് റഷ്യ അവിടെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ വേറെ ഒരു ബുദ്ധിമുട്ട് കിടപ്പുണ്ട്. ആശാന് ശരിക്കും പറഞ്ഞാൽ റഷ്യ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റഷ്യയാണ് ലബനാനിലെ റദ്വാൻ ഫോഴ്സിനെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചതും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തതും. റഷ്യക്ക് ലബനാനിലെ ഹിസ്ബുള്ളകളുമായിട്ട് നല്ല ബന്ധമുണ്ട്, റദ്വാൻ ഫോഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. റഷ്യയുടെ ബേസും റഷ്യയുടെ മിലിറ്ററി പോസ്റ്റും ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഏത് ഭാഗത്താണ്, റഷ്യ അവിടെ 9 സ്പോട്ടുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9 സ്പോട്ടുകളും സദൻ സിറിയയുടെ ഭാഗത്ത് അസാദ് ഭരിച്ചിരുന്ന സമയത്ത് കൊനെഡ്ര, ദാര, ഹോംസ്, അലെപ്പോ, ഈ വക ഏരിയകളിൽ ലട്ടാക്കിയ ഈ ഭാഗത്തെല്ലാം തന്നെ റഷ്യയ്ക്ക് ബേസ് ഉണ്ടായിരുന്നു. അതേപോലെ പോസ്റ്റുകൾ, മിലിറ്ററി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. 9 മിലിറ്ററി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ 9 മിലിറ്ററി പോസ്റ്റുകളും കഴിഞ്ഞ ആഴ്ച റഷ്യ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഇസ്രായേൽ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മിലിറ്ററി പോസ്റ്റുകളൊന്നും തന്നെ അവിടെ പാടില്ല, ഞങ്ങളുടെ ഫ്രണ്ട് ലൈൻ പോസ്റ്റ് ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിട്ട് അതായത് ഹെർമോൺ മലനിരകൾ വരെ പോയി, കൊനെഡ്ര വരെ പോയിട്ട് ഇസ്രായേലിന്റെ ചെക്ക് പോസ്റ്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നെതന്യാഹു നേരിട്ട് സന്ദർശിച്ചതിന്റെ കാരണം ഇതാണ്. ഈ കാരണം മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഡയറക്റ്റ് ആയിട്ട് സിറിയ വിസിറ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയാണ് വിസിറ്റ് നടന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് വെച്ചാൽ റഷ്യ ഈ ഭാഗത്ത് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലും, റഷ്യ വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ട ആക്രമണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അറ്റാക്ക് തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെയാണ് തെറ്റിയെന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ DC വെച്ചിട്ട് അഹമ്മദ് അൽ ഷാറയും ട്രംപും ഇസ്രായേലിന്റെ പ്രതിനിധികളുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞത്. അതായത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതായത് കൊനെഡ്ര വരെയുള്ള പ്രദേശം, ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഇസ്രായേലിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എത്തിക്കാനുള്ള ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ വേണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം ഇസ്രായേൽ പറഞ്ഞത് ത്രൂ ഔട്ട് ബോർഡറിലൂടെ, അതായത് സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് SDF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട്. സിറിയയുടെ അമേരിക്കൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുർദിഷുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടീമുകളാണ്. അപ്പം അവരുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ വേണം. അപ്പം അതിന് ജോർദാനും സിറിയയും ചേർന്ന് കിടക്കുന്ന ആ സൈഡിലൂടെ ത്രൂ ഔട്ട് ഒരു റൂട്ട് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്, കണക്റ്റിംഗ് വേ. പക്ഷെ അത് സിറിയ കൊടുക്കാൻ തയ്യാറായില്ല. അതിനെക്കുറിച്ച് അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സിറിയ നൈസിന് അവിടെ നിന്ന് അഹമ്മദ് അൽ ഷാറ മുങ്ങി വരികയാണ് ചെയ്തത്. അപ്പം എന്നിട്ടാണ് റഷ്യ എടുത്ത് സംസാരിച്ചിട്ട് റഷ്യ വന്നാലെങ്കിലും ഇസ്രായേൽ ആക്രമണം നിർത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട്
ഒരു കുരുട്ട് ബുദ്ധി ആലോചിച്ചുകൊണ്ടാണ് നേരെ റഷ്യയെ പിടിച്ചുകൊണ്ട് ഇപ്പം 9 മിലിറ്ററി പോസ്റ്റുകളും അതേപോലെ ലഡാക്കിയ ഭാഗത്തുള്ള 2 ബേസുകളും ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ല, ഇസ്രായേലിന് ഒട്ടും താല്പര്യമില്ല. അപ്പം എന്താണ് സിറിയയിലെ അഹമ്മദ് അൽ ഷാര ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എന്ത് തന്നെ പറഞ്ഞാലും അമേരിക്ക ഇസ്രായേലിന്റെ പക്കലേ നിൽക്കുകയുള്ളൂ. ഇസ്രായേലിനെ എതിർത്ത് ഒരു കാര്യങ്ങളും അമേരിക്ക ചെയ്യില്ല. അതിലുപരിയായിട്ട് അമേരിക്കയുടെ ബേസ് സിറിയയ്ക്കുള്ളിൽ ഉണ്ടെങ്കിലും അവർ യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പോലും പുറത്തിറക്കില്ല. ഇസ്രായേൽ അറ്റാക്ക് ചെയ്യണ്ട എന്നൊരു വാക്ക് പോലും അവർ പറയില്ല. പക്ഷേ ഇസ്രായേൽ തുടരെ അറ്റാക്ക് നടത്തും. പക്ഷേ അതേസമയം റഷ്യ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് നിർത്തും എന്ന് സിറിയയിലെ അഹമ്മദ് അൽ ഷാര പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. ഇപ്പൊ ലഡാക്കിയയിലുള്ള 2 ബേസും റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ എയർബേസും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ 9 ചെക്ക് പോയിന്റുകളും മിലിറ്ററി ചെക്ക് പോയിന്റുകളും റഷ്യ റീആക്ടിവേറ്റ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. കാരണം റഷ്യക്ക് പണ്ടത്തെ പോലെ അവർ എഫക്റ്റീവ് മാനറിൽ സിറിയയ്ക്കുള്ളിൽ ഈ സംവിധാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം റഷ്യ പണ്ട് അസാദ് റെജീം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പേരിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു, കുറച്ച് ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തിരുന്നതേ ഉള്ളൂ. അതിലുപരിയായിട്ട് റഷ്യ എഫക്റ്റീവായിട്ട് അവിടെ യുദ്ധമൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അതേ നിലപാട് തന്നെയായിരിക്കും റഷ്യക്ക്. വളരെ സൈലന്റ് ആയിട്ടായിരിക്കും അവരവിടെ തുടരുന്നത്. എന്തെങ്കിലുമൊക്കെ ബോംബ് ആക്രമണമോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2-3 സ്റ്റേറ്റ്മെന്റുകളും കണ്ടംപ്റ്റ് ഒക്കെ ചെയ്യുമായിരിക്കും. അതിലുപരിയായിട്ട് റഷ്യ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് നിലവിലെ സിറിയ, ഇസ്രായേൽ, റഷ്യ, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ റഷ്യ ഉള്ളിൽ വരുന്നതോടുകൂടി തുർക്കിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് അഹമ്മദ് അൽ ഷാര. പക്ഷേ ഇതെല്ലാം കൊണ്ടും ഒരു അവിയൽ പരുവത്തിലാണ് സിറിയ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതാണ് നിലവിലെ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് ക്ലാഷ് ആണ്. ഇസ്രായേൽ എന്താണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഇസ്രായേൽ ഇതിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ റഷ്യയോ തുർക്കിയോ ഈ ഫ്രണ്ട് ലൈനിൽ വരാൻ പാടില്ല. എവിടെ കൊനെഡ്ര ഉൾപ്പെടെയുള്ള ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ബഫർ സോണിന്റെ അടുത്ത് പോലും 7 അയലത്ത് റഷ്യയോ തുർക്കിയോ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ മെസ്സേജ്. ആർക്ക്? സിറിയയ്ക്ക്. അതേപോലെ ഇസ്രായേലിന് ഇപ്പം സിറിയയ്ക്കുള്ളിൽ ഒരു ഡോമിനേഷൻ ഉണ്ട്. ഈ ഡോമിനേഷൻ അങ്ങ് അനന്തമായിട്ട് നിലനിർത്തണം. ഇതാണ് ഇസ്രായേലിന്റെ താല്പര്യം. പിന്നെ സിറിയയുമായിട്ട് പൂർണ്ണ തോതിലുള്ള നോർമലൈസേഷൻ, ഇതും ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ വെറും നോർമലൈസേഷൻ അല്ല, ഒരു തരത്തിലും സിറിയയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഒരു അറ്റാക്ക് നടക്കില്ല എന്നുള്ളൊരു ഉറപ്പ്. ഇത് ശരിക്കും അവിടെ ഇരിക്കുന്ന അഹമ്മദ് അൽ ഷാരയ്ക്ക് മാത്രമല്ല, നാളെ ഹെസ്ബുള്ള വന്നാലും ഹെസ്ബുള്ളയുമായിട്ട് ചേർന്നുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതും കൂടി ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം സംഘം ചേരാൻ മിടുക്കരാണ്. ഇവർ തമ്മിൽ അടിക്കും. പക്ഷേ പെട്ടെന്ന് ഒരു ഒപ്പോണന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചിട്ട് ഈ ഒപ്പോണന്റിനെ അറ്റാക്ക്, ആ ഒപ്പോണന്റ് ഇസ്രായേലായി മാറി തീരാൻ വലിയ കാലതാമസമൊന്നും എടുക്കത്തില്ല. ഇപ്പൊ തൽക്കാലം എന്തായാലും ഈ റഷ്യയുടെ ടൂറിൽ തുർക്കിക്ക് പങ്കില്ല. അവരുടെ ഒരു ടീം വന്ന് 9 ഏരിയകളിൽ ടൂർ നടത്തിപ്പോയി. പക്ഷേ ഈ 9 ഏരിയകളും ഇസ്രായേൽ ഒരിക്കലും ഓപ്പൺ ചെയ്യത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അവിടെ ഒരു മാർഗവുമില്ല റഷ്യക്ക് വന്നിട്ട് അവിടെ ബേസ് ഇട്ടിട്ട്, റഷ്യക്ക് വന്നിട്ട് അവിടെ മിലിറ്ററി പോസ്റ്റ് ഇട്ടിട്ട് പഴയതുപോലെ ഇരുന്ന് സിറിയയെ നിയന്ത്രിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അതിനെ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ വന്നാലും ഇസ്രായേൽ ദുരിതര അറ്റാക്ക് നടത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇസ്രായേൽ അതിനെ വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യക്ക് സിറിയയ്ക്ക് ഡിറ്ററൻസ് നൽകാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പം ഇല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വ്യക്തമായ കാഴ്ചപ്പാട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ സദൻ സിറിയയുടെ ഭാഗം ശരിക്കും പറഞ്ഞാൽ സിറിയയ്ക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയില്ല. അത് ഇപ്പോഴെന്നല്ല, എപ്പോഴും ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. സദൻ സിറിയയെ സംബന്ധിച്ചിടത്തോളം ക്വനെഡ്ര, ധാര, ഇമാതിരിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പം കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഈ ഹെർമോൺ മലനിരകൾ വരെയുള്ള ആ ഒരു സ്ഥലം ഇസ്രായേൽ തീരുമാനിക്കും. ഇതിന്റെ കൺട്രോൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും സിറിയയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇസ്രായേൽ പറഞ്ഞതുപോലെ ഈ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിട്ട് പൂർണ്ണമായിട്ട് ഒരു നോർമലൈസേഷനിലേക്ക് തയ്യാറാകുന്നതായിരിക്കും സിറിയയുടെ അബു മുഹമ്മദ് അൽ ജൊലാനി അൽ ഷാറയ്ക്ക് അതായിരിക്കും നല്ലത്. പക്ഷെ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് റഷ്യ ഇറക്കി കളിക്കുക. ഇപ്പൊ റഷ്യ ഇറക്കി കളിക്കുന്നവർ ഇനി ആരെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി കളിക്കും എന്നുള്ളത് ഇനി കണ്ടറിയണം. ഇനി ഇതേ സ്ഥലത്ത് ഇസ്രായേൽ കാണുന്നുണ്ട്, ഇനി ഹിസ്ബുള്ള ഇറക്കി കളിക്കാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതേ രീതിയിലാണ് സിറിയയ്ക്കുള്ളിൽ കാര്യങ്ങൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് വിവരം ഡീകോഡ് ചെയ്തുള്ള വാർത്തയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.